സ്നേഹരാഗം ഭാഗം 18. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രഭാവതിയും വന്നു. അവിടെ മൂടി വെച്ചിരിക്കുന്ന കാപ്പി ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സ്റ്റോർ റൂമിൽ പോയി അരിയെടുത്ത് വെച്ചതിന് ശേഷമാണ് അവർ കാപ്പി കുടിച്ചത്. നമ്മൾ മാത്രമല്ലേയുള്ളൂ ചായക്ക്, ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. പിന്നെ ചിക്കൻ പറഞ്ഞിട്ടുണ്ട്, അത് കൊണ്ടുവരുമ്പോൾ കറി വെച്ചേക്ക്. തോരനും വെക്കാം. ഉച്ചയാകുമ്പോഴേക്കും അവർ എത്തും. എനിക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്നും തീരെ ഉറക്കം ശരിയായില്ല. ഞാനൊന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് പ്രഭാവതി അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. നന്ദനയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു. കാപ്പി കുടിച്ച് എണീറ്റ ശേഷം തലേ ദിവസം ബാക്കി വന്ന ഭക്ഷണമെല്ലാം എടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ബീൻസും ക്യാബേജും ഇരിപ്പുണ്ട്. അതെടുത്ത് അരിയാൻ തുടങ്ങുമ്പോഴേക്കും കോളിംഗ് ബെൽ മുഴങ്ങി. പ്രഭാവതി പോയി കിടന്നു കാണും എന്നവൾക്ക് മനസ്സിലായി. വീണ്ടും ബെൽ മുഴങ്ങിയപ്പോൾ അവൾ ചെന്ന് വാതിൽ തുറന്നു. കയ്യിൽ കവറുമായി ഒരു പയ്യൻ നിൽക്കുന്നു. ചിക്കൻ പറഞ്ഞിരുന്നില്ലേ ചേച്ചി? അവളെ കണ്ടതും അവൻ തിരക്കി. ഒന്ന് മൂളി അവൾ അരികിലേക്ക് ചെന്നു. എത്രയാ? അവൾ ചോദിച്ചു. അതൊന്നും പറഞ്ഞില്ല, എന്നോടിത് ഇവിടെ തരാൻ മാത്രമാണ് പറഞ്ഞത്, അവൻ പറഞ്ഞു. അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ അടുക്കളയിലേക്ക് പോയി. അവൾ ഗോതമ്പ് പൊടിയെടുത്ത് കലക്കി ദോശ ചുടാൻ വെച്ചു. ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഗോതമ്പ് ദോശ മതിയെന്ന് അവൾക്ക് തോന്നി. ചിക്കൻ കഴുകി മസാല കൂട്ടി വെച്ച ശേഷം ബീൻസും ക്യാരറ്റും തോരൻ ഉണ്ടാക്കി. ദോശ ചുട്ടുവെച്ച് ചിക്കൻ കറിയും ആയപ്പോഴേക്കും ചോറ് വെന്തിരുന്നു. എല്ലാം റെഡിയാക്കിയ ശേഷം മുറ്റം അടിച്ചു വാരി അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ തളർന്നിരുന്നു. അടുക്കളയിൽ നിന്നും ദോശയും കറിയും എടുത്ത് ഒരു ഗ്ലാസ് വെള്ളവുമായി അവൾ കഴിക്കാനിരുന്നു. അപ്പോഴേക്കും പ്രഭാവതി വന്ന് ചായക്ക് വെള്ളം വെച്ചു. അവൾ കഴിച്ചെണീറ്റ് പാത്രം കഴുകി. നീ കഴിച്ചോ? അവർ തിരക്കി. ഉവ്വ്, അവൾ പറഞ്ഞു. നല്ല മരുമോള്. എനിക്കൊന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും ആ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ, പ്രഭാവതി പറഞ്ഞു. അതെങ്ങനാ? പെൺകുട്ടികളെ വളർത്തേണ്ട പോലെ വളർത്തണം, പുച്ഛിച്ചുകൊണ്ട് പ്രഭാവതി വീണ്ടും പറഞ്ഞു. അമ്മ വയ്യാതെ പോയി കിടന്നതല്ലേ, അതാ ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചത്, അല്ലാതെ വളർത്തുഗുണം കൊണ്ടൊന്നുമല്ല, പറയണ്ട എന്ന് വിചാരിച്ചും അവൾ പറഞ്ഞു പോയി. നീ എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. അർജുനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവനിങ്ങ് വന്നാൽ നിനക്കത് മനസ്സിലാവും, പ്രഭാവതി പറഞ്ഞു. എന്ത് പറഞ്ഞിട്ടുണ്ടെന്നാ അമ്മ പറയുന്നത്? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? അത് ചോദിക്കുമ്പോൾ അവളിൽ ദേഷ്യവും സങ്കടവും കലർന്നിരുന്നു. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അവൻ വരുമ്പോൾ നിനക്കത് മനസ്സിലാവും. അതും പറഞ്ഞ് അവർ മുറിയിലേക്ക് പോയി. എല്ലാ പണികളും കഴിഞ്ഞ് മുറിയിലെത്തി വാതിൽ ചാരി ബെഡിലിരിക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. താൻ എന്ത് നല്ല കാര്യം ചെയ്താലും ആരുടെ പക്കൽ നിന്നും ഒരു നല്ല വാക്ക് കേൾക്കില്ല എന്നവൾ ഓർത്ത് വിങ്ങിക്കരഞ്ഞു. തളർന്നു പോയാൽ താങ്ങി പിടിക്കാൻ ഇവിടെ തനിക്കാരുമില്ല. എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചിരിക്കാനാണല്ലോ തൻ്റെ വിധി. അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി. ആ കിടപ്പിൽ എപ്പോഴോ ഉറക്കം വന്ന് അവളെ തലോടി. ഉച്ചയോടെ ചന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തു. അച്ഛനെയും കൂട്ടി അർജുനും പൂജയും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി. പതിയെ ചന്ദ്രനെ കാറിലേക്ക് കയറ്റി. അർജുൻ കാർ തിരിച്ചു. കാർ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ ഉമ്മറത്ത് തന്നെ പ്രഭാവതി ഉണ്ടായിരുന്നു. അവൻ അച്ഛനെ പിടിച്ച് ഇറക്കുന്നത് കണ്ടപ്പോൾ അവർ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അർജുൻ്റെ തോളിൽ മുറുകെ പിടിച്ച് ചന്ദ്രൻ പതിയെ നടന്നു. പൂജയും ഒരു ഭാഗത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മറത്തേക്ക് കയറുമ്പോൾ അവൻ നന്ദനയെ അന്വേഷിച്ചു. നിന്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ ക്ഷീണമല്ലേ? എനിക്കങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാട്ടി വന്നപ്പോൾ മുതൽ ഉറക്കമാണ്, മുഖം കറുപ്പിച്ച് പ്രഭാവതി പറഞ്ഞു. ഇന്നലെ ഹോസ്പിറ്റലിൽ ആയിരുന്നില്ലേ, അതാകും, ചന്ദ്രൻ പറഞ്ഞു. അല്ലെങ്കിലും അവൾ ഒരുപാട് മാറിപ്പോയി. പേടിയും ബഹുമാനവും ഒന്നുമില്ല. അതും പറഞ്ഞ് പ്രഭാവതി അകത്തേക്ക് കയറി. ചന്ദ്രനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി അർജുൻ റൂമിലേക്ക് പോയി. അർജുൻ മുറിയിൽ വന്നതോ വാതിൽ കുറ്റിയിട്ടതോ ഒന്നും നന്ദന അറിഞ്ഞിരുന്നില്ല. അകത്തേക്ക് കടന്നുകൊണ്ട് അവൻ അവളെയൊന്ന് നോക്കി. അവളുടെ ഉറക്കം കണ്ടപ്പോൾ അവന് ദേഷ്യം വന്നു. അവൻ അവളുടെ അടുത്തിരുന്ന് തോളിൽ കൈവച്ച് ഉറക്കെ വിളിച്ചു, നന്ദു. ആ അലർച്ചയിൽ അവൾ ഞെട്ടി ഉണർന്നു. ആദ്യം അവൾക്കൊന്നും മനസ്സിലായില്ല. ആരാണ് തൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലാകാതെ അവൾ മിഴിച്ചിരുന്നു. അവളുടെ കണ്ണുകളിൽ ഉറക്കത്തിൻ്റെ ആലസ്യം അത്രയും ഉണ്ടായിരുന്നു. ഒന്നുകൂടി കണ്ണു തിരുമ്പി നോക്കിയപ്പോൾ അർജുൻ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും ഒരു ഭയം അവളിൽ വന്ന് നിറഞ്ഞു. അവൾ പോലും അറിയാതെ അവൾ ഞെട്ടിയുണർന്ന് ചാടി എഴുന്നേറ്റു. അവളുടെ ഒരു മയക്കം. നിനക്ക് എന്തിൻ്റെ അസുഖമായിരുന്നടി? ഞാനറിയാതെ നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? നിനക്കിവിടെ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ? അവൻ ആക്രോശിച്ചു. അർജുനേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല.
എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അവളുടെ ശബ്ദത്തിന് കണ്ണീരിൻ്റെ നനവുണ്ടായിരുന്നു. നീ ഏതവനുമായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്? നിനക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നായോ? അവൻ ഗർജിക്കുകയായിരുന്നു. അർജുനേട്ടൻ്റെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എന്നോട് ദേഷ്യപ്പെടാൻ വരണ്ട, അവൾ പതുക്കെ പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ പറയുന്നത്. അല്ലെങ്കിലും ഈയിടെയായി നിനക്കാരെയും ഒരു പേടിയും ബഹുമാനവുമില്ല. നീ ജോലിക്ക് പോകുന്നുണ്ടെന്ന് അഹങ്കാരമാണ് നിനക്ക്. ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിന് പിടിച്ചു. ഞാൻ പോകുമ്പോൾ അവന് നിനക്ക് കൂട്ടായി എൻ്റെ കുറവുകൾ നികത്തിത്തരുന്നുണ്ടോ? അവൻ്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. ദേഷ്യം കൊണ്ടയാൾ വിറകൊള്ളുകയായിരുന്നു. അവൾ അവനെ നോക്കി നിന്നു. അവൻ ചോദിച്ച ചോദ്യം അവളുടെ കാതുകളിൽ മുഴങ്ങി നിന്നു. അവളുടെ കഴുത്തിൽ അയാളുടെ കൈകൾ കുരുക്ക് മുറുകിയതുപോലെ മുറുകിക്കിടന്നു. അവൾക്ക് താൻ മരിച്ചു പോകുമെന്ന് തോന്നി. അത്രയും വേദനയുണ്ടായിരുന്നു. അവൾ ശ്വാസമെടുക്കാൻ നന്നേ ബുദ്ധിമുട്ടി. കഴുത്തിൽ നിന്നും പിടിവിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കെ അവൻ്റെ കൈ ഒന്നയഞ്ഞു. അവൾ ആഞ്ഞു ശ്വാസം വലിച്ചു. അവൻ ഒരു തള്ളു വെച്ചു കൊടുത്തപ്പോൾ അവൾ ബെഡിലേക്ക് വീണുപോയി. അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾ പകപ്പോടെ നോക്കി. അയാളിൽ നിന്നും ഇങ്ങനെ ഒരു ഭാവം അവൾ കണ്ടിട്ടില്ല. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. എന്നും രാവിലെ നീ കെട്ടിയൊരുങ്ങിപ്പോകുന്നത് ഇതിനായിരുന്നോ? ഇവിടെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞോണം. അവൻ്റെ ഭാവം കണ്ട് തന്നെ കൊന്നു കളയാനുള്ള ദേഷ്യം അവനുണ്ടെന്ന് അവൾക്ക് തോന്നി. അച്ഛന് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിലും അവിടെ വന്നാലും നിന്റെ സ്വഭാവം മാറുമെന്ന് ഉറപ്പില്ലല്ലോ. ഇനി ഈ വീടിൻ്റെ പടിയിറങ്ങി പോകരുത്, അവൻ അവളോട് കൽപ്പിക്കും മട്ടിൽ പറഞ്ഞു. എന്താണ് സത്യാവസ്ഥ എന്ന് പോലും ചോദിക്കാതെ, എന്താണിവിടെ നടന്നതെന്നറിയാതെ അർജുനേട്ടൻ എന്നോട് ഇങ്ങനൊന്നും പറയരുത്, അവൾ കരയും പോലെ പറഞ്ഞു. അങ്ങനെ എവിടെ നിന്നും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ലടി. എൻ്റെ അമ്മയും പെങ്ങളും നേരിൽ കണ്ട കാഴ്ചയാണ്, അർജുൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അവർ പറയുന്നത് മുഴുവൻ അർജുനേട്ടൻ വിശ്വസിച്ചോ? എന്നെ ഒരു തരിമ്പ് പോലും വിശ്വാസമില്ലേ അർജുനേട്ടന്? അവൾ വിറയാർന്ന സ്വരത്തിൽ ചോദിച്ചു. ഭർത്താക്കന്മാർ അടുത്തില്ലാത്ത സ്ത്രീകൾ അഴിഞ്ഞാടുന്നത് പോലെ ഇവിടെ പറ്റില്ല. ആ താലി ഊരിക്കളഞ്ഞ് ഈ ബന്ധം അവസാനിപ്പിച്ച് തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരുടെ കൂടെ വേണമെങ്കിലും പോകാം. അല്ലാതെ എൻ്റെ മേൽവിലാസത്തിൽ കഴിഞ്ഞ് എന്നെ പറ്റിച്ച് ഇവിടെ നീ ജീവിക്കില്ല, അർജുൻ കലി തുള്ളിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് എന്ത് കുറവുണ്ടായിട്ടാ നീ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? പറഞ്ഞിട്ടും അയാളിലെ കോപം കെട്ടടങ്ങിയില്ല. അവൾ അയാളെ തുറിച്ചു നോക്കി. നിങ്ങൾ അത്ര മാന്യനൊന്നുമാകണ്ട. അവിടെ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അർജുൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ കവിളിൽ വീണു. അവൾക്ക് ബോധം മറയുന്നത് പോലെ തോന്നി. അവൾ കട്ടിലിനടുത്തേക്ക് വേച്ച് വീണുപോയി. അർജുൻ കലിതുള്ളി പുറത്തേക്ക് പോയപ്പോൾ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവളുടെ കവിൾ പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് ബെഡിലേക്കിരുന്നു. സമയം കടന്നുപോയി. അവൾ ഒരുപാട് കരഞ്ഞിരുന്നു. അതുകൊണ്ടാവണം ഒരു കാർമേഘം പെയ്തൊഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. പതിയെ എഴുന്നേറ്റ് ഒരു വിധത്തിൽ മുഖം കഴുകാനായി അവൾ പോയി. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് പതിയെ മുഖത്തേക്കൊഴിച്ചു. ഒരു നീറ്റൽ ശരീരത്തിലൂടെ പാഞ്ഞുപോയി. അസഹ്യമായ വേദനയുണ്ടായിരുന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്ന് ഒന്ന് നോക്കി. കഴുത്തിൽ കൈകൊണ്ട് അമർത്തിയതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. കവിൾ ചുവന്നു തുടുത്തിട്ടുണ്ട്. അടികൊണ്ട് പൊട്ടിയ സ്ഥലം നീര് വെച്ചിട്ടുണ്ട്. ആ ഭാഗം വീങ്ങിയിട്ടുണ്ട്. അവൾ ടേബിളിൽ നിന്നും ഫോണെടുത്ത് മുറിയിൽ നിന്നും പുറത്തിറങ്ങി. അർജുൻ റൂമിലുണ്ടായിരുന്നു. താൻ പുറത്തേക്ക് പോകുന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് അവൾ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്ത് അനിതയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് കൂടുതൽ കരച്ചിൽ വന്നു. നന്ദു എന്ന അനിതയുടെ വിളി കേട്ടതും അവളിൽ ഒരു തേങ്ങൽ ഉയർന്നു. എന്ത് പറ്റി മോളെ? നിനക്ക് സുഖമില്ലേ? അനിത ചോദിച്ചു. അമ്മ ഇങ്ങോട്ടൊന്ന് വരുമോ? എനിക്ക് അങ്ങോട്ട് പോരണം, തേങ്ങലിനിടയിൽ അവൾ പറഞ്ഞൊപ്പിച്ചു. അതിനു മാത്രം എന്തുണ്ടായി? അനിത ചോദിച്ചു. അവൾ ചന്ദ്രൻ ഹോസ്പിറ്റലിലായതും തുടർന്ന് സംഭവിച്ച കാര്യങ്ങളും അനിതയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. എനിക്കിവിടെ ഇനി പറ്റില്ല അമ്മേ, സഹിക്കാനാവുന്നതിനപ്പുറം ഞാൻ സഹിച്ചു, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്തു ചെയ്യും? അർജുൻ നിന്നെ തല്ലിയെന്ന് പറഞ്ഞത് സത്യമാണോ? വിശ്വാസം വരാത്തതുപോലെ അനിത തിരക്കി. അമ്മ താൻ പറഞ്ഞത് വിശ്വസിച്ചില്ലെന്ന് നന്ദനയ്ക്ക് തോന്നി. ഞാൻ ഒരിക്കലും അമ്മയ്ക്കൊരു ഭാരമാവില്ല, അവൾ കൂട്ടിച്ചേർത്തു. നീ കരയാതിരിക്കുമോളെ, ഞാൻ നീതുവിനെയും കൂട്ടി അങ്ങോട്ട് വരാം, അനിത പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായി. താൻ എത്ര സഹിച്ചു, ഇനിയും എങ്ങനെ സഹിക്കും? അവൾ മുറിയിലേക്ക് പോയപ്പോൾ അർജുൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ ഫോൺ അവസാനിപ്പിച്ച് അയാൾ എഴുന്നേറ്റു. ആരോടൊക്കെ പരാതിപ്പെട്ടു നീ? നീ എന്നെ പേടിപ്പിക്കാമെന്ന് കരുതിയോ? അവളുടെ കൈകളിൽ മുറുകെ പിടിച്ച് അയാൾ ചോദിച്ചു.
എൻ്റെ അമ്മ വന്നാൽ ഞാൻ പോവും. കൈവിട്, ഇനി എന്നെ തൊട്ടു പോകരുത്. അവളുടെ ശബ്ദത്തിലെ തീവ്രത കണ്ടപ്പോൾ അർജുൻ്റെ കൈ അവൻ അറിയാതെ അയഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി. അവിടെ ഒരു കനലെരിയുന്നത് പോലെ അവന് തോന്നി. അതുവരെ താൻ കണ്ട നന്ദനയല്ല അതെന്ന് അവന് തോന്നി. അവളുടെ പേടിച്ചരണ്ട മുഖഭാവം മാറിയിരിക്കുന്നു. അവിടെ ദൃഢതയും ഉറപ്പും വന്നിരിക്കുന്നു. അവളുടെ മുഖഭാവം കണ്ട് അവളെ സ്വതന്ത്രമാക്കി അയാൾ പുറത്തേക്ക് കടന്നു. ഫോൺ ടേബിളിൽ വെച്ചാണ് അവൻ പോയിരുന്നത്. നന്ദന വേഗം വന്ന് വാതിൽ ചാരി അവൻ്റെ ഫോൺ എടുത്ത് തുറന്നു നോക്കി. അവസാനം വിളിച്ച നമ്പർ നോക്കിയപ്പോൾ കീർത്തു എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്നത് കണ്ടു. അന്നൊരു ദിവസം രാത്രി അവൻ വിളിച്ച കീർത്തന തന്നെയാണ് ഇതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവൻ്റെ വാട്സാപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തു നോക്കി. തൻ്റെ നമ്പറിൽ നിന്നും അയച്ച ഒരു മെസ്സേജ് അവൻ നോക്കിയിട്ട് പോലുമില്ല. അവൻ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജായിരുന്നു അത്. തൊട്ടുമുകളിൽ കീർത്തു എന്നെഴുതിയ പേരിന് മുകളിൽ കൈവിരൽ വെച്ച് കൊണ്ട് നന്ദന അത് ഓപ്പൺ ചെയ്തു നോക്കി. ഒരുപാട് മെസ്സേജുകളും വോയിസുകളും ഫോട്ടോകളുമെല്ലാം നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു അതിൽ. ഒരു വോയിസ് ക്ലിപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തു നോക്കിയപ്പോൾ അർജുൻ്റെ സ്വരം അവൾ കേട്ടു. എല്ലാം ഒഴിവാക്കി ഞാൻ വരും, എൻ്റെ പൊന്നിൻ്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാകും, നിൻ്റേത് മാത്രമായി. അവൻ്റെ കൊഞ്ചൽ നിറഞ്ഞ ശബ്ദം പക്ഷേ നന്ദനയുടെ കാതിൽ വീണപ്പോൾ അവൾ ഒന്ന് പിടഞ്ഞു. ഇങ്ങനെയും സംസാരിക്കാൻ കഴിയുമോ അയാൾക്ക് എന്നവൾ അത്ഭുതപ്പെട്ടു. തന്നോട് ഈ കാലമത്രയും നല്ലൊരു വാക്ക് സംസാരിക്കാത്തതിൻ്റെ കാരണവും അവൾക്ക് പിടികിട്ടി. ഇനിയൊരു നിമിഷം കൂടി ആ വീട്ടിൽ നിൽക്കണം എന്നവൾക്ക് തോന്നിയില്ല. അത്രയേറെ അർജുനെ അവൾ വെറുത്തു. താൻ അവരുടെ മെസ്സേജുകൾ കണ്ടു എന്നവൻ അറിയണം എന്ന് കരുതി തന്നെ വാട്സാപ്പിൽ അവരുടെ ചാറ്റ് തുറന്നു വെച്ചു. ഏതൊരു പെണ്ണും സഹിക്കാത്ത കാര്യമാണ് അവൾ അറിഞ്ഞിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് കള്ളുകുടിയനായാലും ജോലിക്ക് പോകാത്തവനായാലും എല്ലാം ഒരു പെണ്ണ് സഹിക്കും. എന്നാൽ ഇത് ഒരിക്കലും തനിക്ക് പൊറുക്കാനാകില്ല. അവൾ ആകെ തരിച്ചു നിന്നു. ആ നിൽപ്പിൽ സമയം കടന്നുപോയി. അവൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി. അലമാര തുറന്ന് തൻ്റെ സാധനങ്ങളെല്ലാം ബാഗിലാക്കി. അതിൽ മേപ്പാട് നിന്ന് വാങ്ങിയ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവളുടേതായ നോട്ട്സും സർട്ടിഫിക്കറ്റും എടുത്ത് ബാഗിലാക്കി. എല്ലാം കഴിഞ്ഞ് അവൾ കട്ടിലിൽ ചെന്നിരുന്നു. അവൾ ഭക്ഷണം കഴിക്കാനായി പോയില്ല. ആരും അവളെ വിളിച്ചതുമില്ല. താൻ മേപ്പാട് തറവാട്ടിലേക്ക് വന്നതും പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുമെല്ലാം അവൾ ഓർത്തു. കണ്ണീർ മിഴികളിൽ നിന്നും ഊർന്നു വീണുകൊണ്ടിരുന്നു. ഏട്ടത്തി എന്ന പൂജയുടെ വിളി കേട്ടപ്പോൾ അവൾ തലതിരിച്ചു നോക്കി. കരഞ്ഞ് കരഞ്ഞ് അവൾ തളർന്നിരുന്നു. മുഖം ചെമ്പരത്തി പൂ പോലെയായി. എന്താ എന്ന മട്ടിൽ പൂജയെ നോക്കി. നന്ദനയുടെ ഇരിപ്പും അവളുടെ ഭാവവും കണ്ട് പൂജ ആകെ വല്ലാതെയായി. ഏട്ടത്തിയുടെ അമ്മ വന്നിട്ടുണ്ട്. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ വരണ്ടു നിൽക്കുന്ന മണ്ണിലേക്ക് പുതുമഴ പെയ്തതുപോലെ നന്ദനയ്ക്ക് തോന്നി. പിന്നെ അവൾ അമ്മയുടെ അടുത്തേക്ക് നടന്നു. നടക്കുകയല്ലായിരുന്നു, അവൾ ഓടുകയായിരുന്നു. ഹാളിൽ ഇരിക്കുന്ന അമ്മയെയും നീതുമോളെയും കണ്ടപ്പോൾ അവൾ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അനിതയുടെ മാറിലേക്ക് വീണു. ഒന്നും മനസ്സിലാകാതെ അനിത മിഴിച്ചു നിന്നു. നന്ദനയുടെ മുഖം കണ്ടപ്പോൾ പ്രശ്നം താൻ ഉദ്ദേശിച്ചതിലും കൂടുതലാണെന്ന് അനിതയ്ക്ക് മനസ്സിലായി. എന്താ മോളെ ഉണ്ടായേ? അനിത ചോദിച്ചു. ആ ചോദ്യത്തിന് പക്ഷേ മറുപടി പറഞ്ഞത് നന്ദനയായിരുന്നില്ല, പ്രഭാവതിയായിരുന്നു. എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് മേപ്പാട് തറവാട്ടിൽ ഉണ്ടായതെന്നറിയണമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കാം. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും സ്നേഹവും എന്നും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.